എൻ്റെ പേര് ആതിര സുകുമാരൻ. ഞാൻ വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ഉടമ്പടി ആദ്യമായി എടുത്തത് ഏപ്രിൽ 19, 2023 8ാമത് പുതുക്കി. ഇത് 3ാമത്തെ സാക്ഷ്യമാണ് അൾത്താരയിൽ നിന്ന് പറയുന്നത്. ഈ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം ഒരുക്കിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ത്രിയേക ദൈവത്തിനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. ഒന്നാമതായി എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മകളാണ് ആരാധന അനൂപ്. അവളെക്കുറിച്ചുള്ള രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ്. 2024 ജനുവരി തൊട്ട് കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് തലകറക്കം, കുഴഞ്ഞു വീഴുന്ന ഒരു പ്രവണതയും എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ തലവേദനയൊക്കെ പറയുമായിരുന്നു. ഞങ്ങളപ്പം ആദ്യമൊക്കെ ഇങ്ങനെ കുഞ്ഞ് കളി പറയുന്നതായിരിക്കും, ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങളെ പറ്റിക്കാറുണ്ട്, അങ്ങനെയാണെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങൾ ENT കാണിച്ചു, കാർഡിയോളജി കാണിച്ചു, എക്കോ ചെയ്തു. എല്ലാം ചെയ്തിട്ടും ഒന്നും എന്താണ് കുഞ്ഞിൻ്റെ രോഗമെന്ന് നിർണ്ണയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചായിരുന്നു. ഉടമ്പടിയിലായിരുന്നു. എല്ലാ നേർച്ച വസ്തുക്കളും, വിശുദ്ധ തൈലം, ഉപ്പ്, തേൻ എല്ലാം ഞാൻ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. വെറുതെ അല്ല, വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് പ്രയോഗിക്കുന്നത്. അതുമാത്രമല്ല, ഞാൻ എപ്പോഴും ഉടമ്പടിയിൽ അമ്മയുടെ നീലാങ്കിയുടെ സംരക്ഷണം, ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു സമയം കൂടെയായിരുന്നു എനിക്ക് ഈ ഒരു കുഞ്ഞിൻ്റെ ഒരു അസുഖം കൂടെ വരുന്നത്. അപ്പോഴേ നവംബറൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അതുവരെ ഇങ്ങനെ മാറി മാറി ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു നിന്നു. നവംബറൊക്കെ ആയപ്പോൾ ഈ കുഞ്ഞിൻ്റെ തന്നെ നമ്മൾ റെഗുലറായിട്ട് കാണിക്കുന്ന ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞതിൻ്റെ ഒരു ഇതിനകത്ത് ഡോക്ടർ ഞങ്ങൾക്ക് റെഫറൻസ് ലെറ്റർ തന്നു, പീഡിയാട്രിക് ന്യൂറോളജി കാണിക്കാനായിട്ട്. പീഡിയാട്രിക് ന്യൂറോളജിയിൽ എത്തുമ്പോൾ തന്നെ കുഞ്ഞ് തന്നെ അങ്ങോട്ട് പറയുകയാണ്, എനിക്ക് ഇത് ഒരു പ്രത്യേക തരം സിംറ്റംസൊക്കെ കുഞ്ഞ് തന്നെ ഡോക്ടറിനോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കയറിയത്. ദൈവമേ, എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടണം, അതിനുള്ള ട്രീറ്റ്മെൻറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള രീതി ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കയറിയത്. അങ്ങനെ ഡോക്ടർ EEG സജസ്റ്റ് ചെയ്തു. അന്ന് തന്നെ കുഞ്ഞിന് EEG എടുക്കാനുള്ള ഇത് ചെയ്തു. EEGയുടെ റിപ്പോർട്ടിൽ ഓക്സിപിറ്റൽ എപ്പിലെപ്സി എന്ന് പറഞ്ഞ ഒരു റെയറായിട്ടുള്ള ഒരു ജന്നി രോഗമാണ് കുഞ്ഞിനെന്ന് പറഞ്ഞു. എങ്ങനെ വന്നു എന്നൊന്നും അവർക്ക് ആർക്കും ഒരു പിടുത്തവും ഇല്ല. എന്തുകൊണ്ടാണ് ഇത് വരണേന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് വല്ല ട്യൂമറാണോ എന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഒരു MRI എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ MRI എടുക്കാൻ വേണ്ടി ഒരു ഡേറ്റ് വേറൊരു സ്ഥലത്ത് ഞങ്ങൾക്ക് കിട്ടി. MRI എടുക്കാൻ പോകുമ്പോൾ കുഞ്ഞിന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ശക്തമായി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലമൊക്കെ കുരിശ് വരച്ച് ഉപ്പും തേനും എല്ലാം കൊടുത്താണ് കുഞ്ഞിനെ MRI റൂമിലോട്ട് കയറ്റുന്നത്. ഞാനും MRI റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, MRI എന്ന് പറയുന്ന എല്ലാവർക്കും പേടിയുള്ള ഒരു, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ പേടിയാണ്. എൻ്റെ കുഞ്ഞ് അനങ്ങാതെ അത് പ്രൊസീജിയർ മൊത്തം ചെയ്യുന്ന വരെയും അനങ്ങാതെ കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടി. ഞാൻ റിപ്പോർട്ടുമായി ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നത് ഡിസംബർ 7-ാം തീയതി ഉച്ചയ്ക്ക് 2:30, അതായത് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട ആ സമയത്ത് ഇവിടെ പരിശുദ്ധ കുർബാന നടക്കുന്ന സമയമായിരുന്നു. ഞാൻ ഡോക്ടറിനെ കാണുന്നതിന് തൊട്ട് മുമ്പേ അച്ഛൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു, എപ്പിലെപ്സി രോഗമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു, ഈശോ സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് പൂർണ്ണമായും വിശ്വസിച്ചു. അത് കുഞ്ഞിനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് കയറുന്നത്. ഡോക്ടർ MRIയുടെ റിപ്പോർട്ട് കണ്ട ഉടനെ പറഞ്ഞു, കുഞ്ഞിന് വേറെ ഒരു പ്രശ്നവുമില്ല. ഞാൻ ഒന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, സർജറി ചെയ്യേണ്ട ഒരു വരുത്തരുത്, ബ്രെയിൻ ഓപ്പൺ ആക്കേണ്ട ഒരു കുഞ്ഞിന് വരുത്തല്ലേ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. അപ്പം ഡോക്ടർ പറഞ്ഞു, ഒരു ടാബ്ലറ്റ് ഉണ്ട്, അത് മാത്രം കഴിച്ചാൽ മതി, അതൊരു കീമോയൊക്കെ ഇങ്ങനെ മെയിൻ്റനൻസ് ചെയ്യുന്നത് പോലെ ഒരു 2 വർഷത്തേക്ക് മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴെനിക്കൊരു ഇതായിരുന്നു, ഞാനിവിടെ വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത്? ഞാൻ ദൈവത്തിനോട് ആലോചന തേടിയപ്പോൾ ദൈവം പറയുന്നത്, വൈദ്യന് നിനക്കൊണ്ട് ആവശ്യമുണ്ട്, വൈദ്യനെ നിയോഗിച്ചത് ദൈവമാണെന്നുള്ളൊരു വചനമാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഞാൻ ടാബ്ലറ്റൊക്കെ കൊടുക്കുന്നു. കുഞ്ഞിന് ഇതുവരെയും ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. കുഞ്ഞിന് ഇതുവരെയും നവംബർ തൊട്ട് ഇതുവരെയും എപ്പിലെപ്സിയുടെ ഒരു എപ്പിസോഡ് പോലും വന്നിട്ടില്ല. കുഞ്ഞ് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. ഡോക്ടർ എഴുതിയത് റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഓൾറെഡി അച്ഛനെ കാണിച്ചതാണ്. റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ മെയിൻ്റനൻസിന് മാത്രം ടാബ്ലറ്റ് കൊടുക്കുന്നേ ഉള്ളൂ. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ
ഒത്തിരി നാളെ ഒരു 5-6 വർഷമായിട്ട് ഞാനൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തികമായ പരിമിതികൾ മൂലം ഞങ്ങൾക്കത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഞാനിവിടെ ഒരു 2ാമത് ഉടമ്പടി പുതുക്കിയപ്പോഴേക്കും എനിക്കൊരു 7 സെൻറ്റിൻ്റെ സ്ഥലമുണ്ടായിരുന്നു. അത് നല്ലൊരു ഏരിയയിലായിരുന്നു, കളക്ടറേറ്റൊക്കെ ഉള്ള ഒരു ഏരിയയിൽ. അപ്പം നല്ല വില കിട്ടും. അപ്പോൾ അത് വിറ്റ് ഏതെങ്കിലും കുറഞ്ഞൊരു സ്ഥലത്ത് വീട് സ്ഥലം വാങ്ങിക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ കൊണ്ടുവന്ന് ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ 90 ദിവസം ഞാൻ ഉടമ്പടി അതുപോലെ തന്നെ ഞാൻ കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ്. 90 ദിവസം കഴിഞ്ഞിട്ടും അതിന് ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ദൈവത്തിനോട് ബൈബിള് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ബൈബിള് തുറന്നപ്പോൾ എനിക്ക് കർത്താവ് തന്ന വചനം ഇതാണ്. കർത്താവ് ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൽ ഒരു വചനമാണ് കിട്ടിയത്. കർത്താവ് നിനക്ക് വേണ്ടി ഒരു ഭവനം പണിയും. അപ്പോൾ എനിക്ക് പൂർണ്ണമായി ബോധ്യമായി ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ സാധിച്ചു തരും. അങ്ങനെ എനിക്ക് ഒരു ലോണും ഇല്ലാതെ എനിക്ക് പലരുടെ സഹായത്താൽ, അതായത് പലിശ പോലും കൊടുക്കാത്ത ഒരു സഹായത്താൽ ഞാനൊരു ഭവനത്തിന് വേണ്ടിയേ ചോദിച്ചുള്ളൂ. ഇത്ര നില വേണമെന്ന് ഒന്നും പറഞ്ഞില്ല. കയറി കിടക്കാൻ ഒരു വീട് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. 4 റൂമുകളുള്ള 2 നിലയുള്ള വീടാണ് എനിക്ക് തന്നത്. വീടിൻ്റെ പേര് അനുഗ്രഹം എന്നാണ്. അതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി. ഇത് വീട് എനിക്ക് ലഭിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഒത്തിരി തടസ്സങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഓരോ സാങ്ഷൻ കിട്ടാനും ഒക്കെ ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും തൈലവും എല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ തറക്കല്ലിട്ടപ്പോൾ അമ്മയുടെ കാശുരൂപം ബേസ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വീടിൻ്റെ ഇത് തുടങ്ങിയിരിക്കുന്ന. ഫ്ലോറെല്ലാം പരിശുദ്ധ അമ്മയുടെ സിൽവർ ഗ്രേയുടെ കളറാണ് കൊടുത്തേക്കുന്നത്. ദൈവം വെളിപ്പെടുത്തി തന്ന പേരാണ് അനുഗ്രഹം. ദൈവം തന്ന ഈ വലിയ നന്മയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും പറഞ്ഞുകൊള്ളുന്നു. 3ാമതായി എൻ്റെ ഉടമ്പടി സാക്ഷി എന്ന് പറയുന്നത്, ഇവിടെ അച്ഛൻ പറയാറുള്ളത് പോലെ തന്നെ എല്ലാം ശുഭമാക്കുന്ന ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ UK നേഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു. 2023 എനിക്ക് UK വിചാരിതമായി തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. പിന്നെ എനിക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റിയില്ല. ഞങ്ങളൊരു 10-11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അത്രയും നാൾ 2 പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് ചേരാൻ ഞങ്ങളുടെ ഫാമിലിയോട് കൂടി നോക്കിയിട്ട് ഫെയിലായിപ്പോയി. ഇവിടെ വന്നു. ഞാൻ ഒരു 3ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞോളൂ, അമ്മ എനിക്ക് 2025 ആവുമ്പോൾ എൻ്റെ കുടുംബത്തോട് കൂടി ചേർക്കാൻ അമ്മ തന്നെ ദൈവത്തിന് ഇഷ്ടമുള്ള സമയം ഇഷ്ടമുള്ളതുപോലെ ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതി അനുസരിച്ച് ഞങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ തിരുകുടുംബം പോലെ ഒന്നിപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഓഗസ്റ്റിൽ എൻ്റെ വിസയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ വിസയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് വലിയ എളുപ്പമുള്ള ഒരു ഇതെന്നല്ല. UK ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് ഒത്തിരി റൂള് ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഒത്തിരി ചേഞ്ച് ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. IELTS എഴുതണം, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഡിപ്പെൻഡൻ്റ് എഴുതണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൽ നിന്നെല്ലാം അമ്മ എന്നെ കാത്ത് സംരക്ഷിച്ചു. എനിക്കൊന്നും എഴുതേണ്ടി വന്നില്ല. വിസയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു. വിസ വെക്കുന്നതിന് മുമ്പ് എനിക്ക് മെഡിക്കൽസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ് ആയിരുന്നത്. എനിക്ക് ശ്വാസകോശത്തിൽ ലങ്സിൽ പാച്ചസ് ഉണ്ടായിരുന്നു കോവിഡ് വന്നതിൻ്റെ. അപ്പോൾ എന്നെ കണ്ട് എൻ്റെ റെസ്പിറേറ്ററിയിലെ ഡോക്ടർ പറഞ്ഞു, നിനക്ക് എന്തായാലും കിട്ടാൻ പോകണില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല, എൻ്റെ ദൈവം എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ഞാൻ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിക്കൽ എടുക്കാൻ പോയപ്പോൾ വിശുദ്ധ തൈലം ഞാൻ പൂശി പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ എക്സ്റേ ആണ് അവരെടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പാസ്സാവില്ല. മെഡിക്കൽ പാസ്സായില്ലെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് UK പോകാനുള്ള ഒന്നും നോക്കാനും പറ്റൂല. അപ്പം ഞാൻ പറഞ്ഞു, ഈശോയുടെ എക്സ്റേ എനിക്ക് അതിനകത്ത് കാണണം, എൻ്റെ എക്സ്റേ കാണിക്കണ്ട എന്ന് പറഞ്ഞു. എക്സ്റേ എടുത്ത് ഡോക്ടറിനെ കാണിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, വെരി ഗുഡ് എക്സ്റേ ആണ്, പാസ്സാകിയെന്ന് പറഞ്ഞു. അങ്ങനെ TBയുടെ ആ ഒരു ഇതൊന്നുമില്ല, ഒരു കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വിസ പാസ്സായി, മെഡിക്കൽ പാസ്സായി കിട്ടി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഗസ്റ്റിൽ വെക്കുകയാണ് വിസയ്ക്ക്. ഓഗസ്റ്റ് 21-ാം തീയതി വെക്കുന്നു. ഞാൻ വച്ചു. കൊച്ചിയിലായിരുന്നു പോയത് വിസ വയ്ക്കാനായിട്ട്. വച്ചു. ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും എല്ലാ വിശുദ്ധ വസ്തുക്കളും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രയോഗിച്ചിട്ടാണ് ഞാൻ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. എനിക്ക് അമ്മയുടെ ഒരു ദിവസം തന്നെ എനിക്ക് വിസ ഗ്രാൻഡായി വരണമേ എന്ന് പ്രാർത്ഥിച്ചായിരുന്നു. 2 ആഴ്ചയെ കൂടുതൽ എടുക്കുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. എനിക്ക് 7 ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ വന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്കും വന്നു വിസ. അതുപോലെ തന്നെ എനിക്ക് വിസ ഒരു ബുധനാഴ്ചയാണ് വരുന്നതെങ്കിൽ എനിക്ക് പാസ്പോർട്ടിൽ വിസ അടിച്ച് കിട്ടുന്നത് ഒരു ശനിയാഴ്ചയാണ്. അങ്ങനെ ഈ ഓഗസ്റ്റിൽ ഒരു ഉടമ്പടി ആരാധനയിൽ അച്ഛൻ
വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു. ഒരു മാലാഖ ബാക്കിൽ നിൽക്കുന്നുണ്ടായി കാണിക്കുന്നുണ്ട്. 44 ദിവസത്തിനുള്ളിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് 44 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം എന്തായിരുന്നാലും ഉണ്ടാവും. ഞാനത് ഏറ്റെടുത്തു, വിശ്വസിച്ചു, പൂർണ്ണമായും വിശ്വസിച്ചു. 44 ദിവസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 26 ഞാൻ സെപ്റ്റംബർ 24 ഫ്ലൈറ്റ് കയറുകയാണ്. സെപ്റ്റംബർ 25 ആകുമ്പോഴത്തേക്കും ഞാൻ UK പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഇതൊക്കെയാണ് എൻ്റെ 3 സാക്ഷ്യങ്ങൾ. ഇനി എൻ്റെ ആത്മീയമായ ജീവിതം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ അതിനൊരു വചനം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്, അത് ഞാൻ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. പിന്നെ ഇത് ഞാൻ എപ്പോഴും ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ്. 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളുടെ കീഴെ താഴ്മയോടെ നിൽക്കുവാൻ അവിടുന്ന് നിന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. ദൈവം എനിക്ക് ചെയ്ത എത്രയോ അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തിരിച്ച് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അത്രയും ഇത് തന്നിട്ടുണ്ട്. മറ്റുള്ളവരോട് ക്ഷമിക്കുക, മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഞാൻ എല്ലാ ദിവസവും നിയോഗ ജപമാല, സമ്പൂർണ്ണ ജപമാല ഞാൻ ചൊല്ലും. മുട്ടിലെ നീന്തിയൊക്കെ ഞാൻ ചൊല്ലുന്ന വ്യക്തിയാണ്. അപ്പോൾ മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട്, അനുതപിക്കാത്ത എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇൻക്ലൂഡിങ് നമ്മളും പാപികളാണ്, നമുക്കും വേണ്ടിയിട്ടും നിത്യമായ അനുതാപത്തോടുകൂടി വിശുദ്ധിയിൽ എളിമപ്പെട്ട് പൂർണ്ണമായ ദൈവാശ്രയത്വത്തിൽ ഉടമ്പടി ജീവിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. ഇനി അടുത്ത കാരുണ്യ പ്രവൃത്തികളാണ്. പറഞ്ഞാൽ ഒത്തിരി സമയം പറയാനുണ്ട്, അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയണം. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് എല്ലാം ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നതും ദൈവത്തിനും മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എൻ്റെ ശരീരവും മനസ്സും കൊണ്ട് ബാക്കിയുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ, ദൈവത്തെ സ്നേഹിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സഹായം, പഠനത്തിന് ഉപകരണങ്ങൾ, പിന്നെ രോഗികൾക്ക് ധനസഹായമായിട്ട് കൊടുക്കാറുണ്ട്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കാറുണ്ട്, അനാഥാലയങ്ങൾ വിസിറ്റ് ചെയ്ത് അവർക്ക് അരിയും സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, തളർന്നിരുന്ന ആൾക്കാർക്ക് ആശ്വാസം പകരാനായിട്ട് അവരോട് സംസാരിക്കാറുണ്ട്. പിന്നെ ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചതാണ്, സെൻറ്റ് കൊറേറ്റീസ്. സിസ്റ്റേഴ്സിനെ പോയി കാണാറുണ്ട്. അവിടുത്തെ സിസ്റ്റേഴ്സ് രോഗമുള്ളവർക്കൊക്കെ ഞാൻ തൈലം തൂത്ത് പ്രാർത്ഥിച്ച് കൊടുക്കാറൊക്കെ ഉണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട്, വിശുദ്ധർക്ക് വേണ്ടിയിട്ടും, സിസ്റ്റേഴ്സ്, ഫാദേഴ്സ്, ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ ദിവസവും മധ്യസ്ഥം പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളത് പ്രേക്ഷിത പ്രവർത്തനമാണ്. ഇവിടുന്ന് ഞാൻ 6-7 കെട്ട് പത്രം വാങ്ങിക്കും. മെഡിക്കൽ കോളേജിൻ്റെ നല്ല തിരക്കുള്ള റോഡിൽ തന്നെ പോകും. ഞാൻ അകത്ത് കയറി പേഷ്യൻസിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്, പബ്ലിക്കലി നിന്ന് തന്നെ പറയും. സൂപ്പർ മാർക്കറ്റിലും എല്ലാ സ്ഥലത്തും ഡോക്ടേഴ്സിനും പോലീസിനും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പത്രം. ചിലവർ തിരിച്ച് വേണ്ട നമുക്ക് നല്ല ഇതല്ലാത്ത വർത്തമാനങ്ങളും എല്ലാം പറയും. പക്ഷേ ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ദൈവമേ, അവരെയും നീ ഏറ്റെടുക്കണേ, അവർക്ക് ഈശോനെ അറിയാനുള്ളൊരു കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ദിവസവും എല്ലാ രോഗികൾക്കും എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുന്ന ഓരോ മക്കളെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ദൈവനാമത്തിൽ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ ഇനിയും പറയാൻ ഒത്തിരിയുണ്ട്. സമയം ചുരുക്കമുള്ളത് കൊണ്ട് ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ. ഇത്രയും അനുഗ്രഹം എനിക്ക് തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വചനം കൂടെ പറഞ്ഞിട്ട് നിർത്തുവാണ്. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. അവിടുത്തെ നാമം ഞാൻ പ്രകീർത്തിക്കും. സങ്കീർത്തനം 73:16. നന്ദി.